പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഇനി മുങ്ങരുതെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. ഇതിപ്പോൾ ഇങ്ങനെ ഡോക്ടർ വാക്കാൽ പറഞ്ഞിട്ടുള്ളൂ, അപ്പോൾ നമുക്ക് പേപ്പറായിട്ട് തന്നിട്ടില്ല. അപ്പോൾ അതിനി ഇവർ മുക്കോ എന്നുള്ളൊരിതും എൻ്റെ ഉള്ളിലുണ്ട്. കാരണം എല്ലാം ചെയ്യുന്നത് ഇവർ തന്നെ. ഇല്ലാത്ത കുട്ടിക്ക് ഉണ്ട് എന്ന് പറഞ്ഞ് റിപ്പോർട്ട് കൊടുക്കുന്നത് അവർ തന്നെ. അതിന് ശേഷമുള്ള കുട്ടികളെ ഹോസ്പിറ്റലിൽ ഇനി അസുഖം വരാം എന്നും പറഞ്ഞ് പോസിറ്റീവാന്ന് പറഞ്ഞ് ചികിത്സിക്കുന്നതും അവർ തന്നെയാണ്. അവർ തന്നെ നമ്മളെ കൊണ്ടുപോയി അവർ തന്നെ പെടുത്തി അവർ തന്നെ രക്ഷിച്ചു എന്നുള്ള രീതിക്കാണ് ഇപ്പോൾ റിപ്പോർട്ട് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ആരോഗ്യവകുപ്പിനെ എങ്ങനെ വിശ്വസിക്കും എന്നുള്ളതാണ് എൻ്റെ ഒരു ഇത്. എങ്ങനെ വിശ്വസിക്കുക? രോഗമില്ലാത്തൊരു കുട്ടീനെ മരിച്ച് ഇത്രയും സമയം കൊണ്ട് അവരെ മുഖം രക്ഷിക്കാൻ വേണ്ടി രോഗം ഉണ്ടെന്ന് അങ്ങനെ റിപ്പോർട്ട് കൊടുത്ത് അതിന് ശേഷം അതിന് താഴെയുള്ള കുട്ടികൾക്ക് നോർമലി ഒരു പനി അല്ലെങ്കിൽ ഒരു ഛർദി എന്നുള്ളതിന് വേണ്ടി ഞാൻ അവരെ കാണിച്ചിട്ടുള്ളൂ. അവർക്കും ഇത് വരാം, ഇതായിരിക്കും എന്ന് പറഞ്ഞ് പോസിറ്റീവാണ് അവർ തന്നെ റിപ്പോർട്ട് തന്നാൽ അവർ തന്നെ ചികിത്സിച്ച് അവർ തന്നെ രക്ഷപ്പെടുത്തി തന്നെ കുട്ടികളെ തരുന്നത്. ഇതിനെക്കുറിച്ച് അറിവില്ല എന്ന് പറഞ്ഞ് ഇങ്ങനെയൊക്കെ പറ്റിക്കാവോ ആൾക്കാരെ? ഭർത്താവിൻ്റെ ഈ ഒരു ചെയ്തിയെക്കുറിച്ച് എന്താണ് തോന്നുന്നത്? അങ്ങനെ ചെയ്യാൻ പാടുണ്ടായിരുന്നു? ഇല്ല, അദ്ദേഹം ചെയ്ത രീതിയോട് എനിക്ക് അംഗീകരിക്കാൻ പറ്റുന്ന രീതിയല്ല. നമുക്ക് അങ്ങനെയൊക്കെ സമൂഹത്തിൽ എല്ലാവരും ജീവിക്കേണ്ടവരല്ല. അപ്പോൾ ഡോക്ടർ ചെയ്തതിനോട് എനിക്ക് യോജിപ്പില്ല. പക്ഷേ എന്നാൽ കൂടിയും അദ്ദേഹം പ്രതികരിച്ച രീതി തെറ്റാന്ന് എനിക്ക് തോന്നി. നിയമപരമായിട്ട് മുന്നോട്ട് പോകണമെന്നായിരുന്നു എൻ്റെ ഒരു കാഴ്ചപ്പാട്. നിയമപരമായിട്ട് കുട്ടിയുടെ കേസ് ഒന്നുകൂടി അന്വേഷിക്കണം, കുട്ടിക്ക് വേണ്ടി നീതി ലഭിക്കണം എന്നായിരുന്നു ഞാൻ ചിന്തിച്ചത്. പക്ഷേ ഇങ്ങനെ അദ്ദേഹം ചെയ്യുന്നുള്ളത് ഞാൻ ചിന്തിച്ചിട്ടില്ല. ഇപ്പോൾ നീ എന്തൊക്കെയാണ് ഇപ്പോൾ മോളുടെ വിഷയവുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ നിയമ ആരംഭിച്ചിരിക്കുന്നത്? മോളുടെ വിഷയത്തിൽ നമുക്ക് കേസ് കൊടുക്കാമെന്നാണ് ആഗ്രഹിച്ചത്. പക്ഷേ അതിൻ്റെ ഇടയ്ക്ക് ഇപ്പോൾ ഇനി പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് നമുക്ക് ലീഗലി ഒരു തെളിവ് വേണമല്ലോ, പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് എന്നുള്ളത്. അപ്പോൾ അത് നമ്മുടെ കയ്യിൽ കിട്ടിയിട്ടില്ലായിരുന്നു. അപ്പോൾ അത് മേടിക്കാനാണ് ഇപ്പോൾ ഈ ചൊവ്വാഴ്ച വരെ ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നു. ഈ ചൊവ്വാഴ്ച പോയപ്പോൾ ഡോക്ടർ ലീവായിരുന്നു. നമ്മളോട് ഈ തിങ്കൾ ചൊവ്വ ചെന്ന് മേടിക്കാനാണ് പറഞ്ഞത്. അത് നിങ്ങൾക്ക് കോപ്പി തരും, ബാക്കി പോലീസിനെ ഏൽപ്പിക്കുന്നതാണ് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഡോക്ടർ ലീവായ കാരണം നമുക്ക് കിട്ടിയില്ല. ഇനിയിപ്പോൾ അതിന് വെച്ചാൽ ഒറ്റയ്ക്ക് പോകണം. ഇനി ഞാൻ ഒറ്റയ്ക്ക് പോയാൽ അതിനിറങ്ങണം. എനിക്ക് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഇനി മുങ്ങരുതെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. ഇതിപ്പോൾ ഇങ്ങനെ ഡോക്ടർ വാക്കാൽ പറഞ്ഞിട്ടുള്ളൂ, അപ്പോൾ നമുക്ക് പേപ്പറായിട്ട് തന്നിട്ടില്ല. അപ്പോൾ അതിനി ഇവർ മുക്കോ എന്നുള്ളൊരിതും എൻ്റെ ഉള്ളിലുണ്ട്. കാരണം എല്ലാം ചെയ്യുന്നത് ഇവർ തന്നെ. ഇല്ലാത്ത കുട്ടിക്ക് ഉണ്ട് എന്ന് പറഞ്ഞ് റിപ്പോർട്ട് കൊടുക്കുന്നത് അവർ തന്നെ. അതിന് ശേഷമുള്ള കുട്ടികളെ ഹോസ്പിറ്റലിൽ ഇനി അസുഖം വരാം എന്നും പറഞ്ഞ് പോസിറ്റീവാന്ന് പറഞ്ഞ് ചികിത്സിക്കുന്നതും അവർ തന്നെയാണ്. അവർ തന്നെ നമ്മളെ കൊണ്ടുപോയി അവർ തന്നെ പെടുത്തി അവർ തന്നെ രക്ഷിച്ചു എന്നുള്ള രീതിക്കാണ് ഇപ്പോൾ റിപ്പോർട്ട് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ആരോഗ്യവകുപ്പിനെ എങ്ങനെ വിശ്വസിക്കും എന്നുള്ളതാണ് എൻ്റെ ഒരു ഇത്. എങ്ങനെ വിശ്വസിക്കുക? രോഗമില്ലാത്തൊരു കുട്ടീനെ മരിച്ച് ഇത്രയും സമയം കൊണ്ട് അവരെ മുഖം രക്ഷിക്കാൻ വേണ്ടി രോഗം ഉണ്ടെന്ന് അങ്ങനെ റിപ്പോർട്ട് കൊടുത്ത് അതിന് ശേഷം അതിന് താഴെയുള്ള കുട്ടികൾക്ക് നോർമലി ഒരു പനി അല്ലെങ്കിൽ ഒരു ഛർദി എന്നുള്ളതിന് വേണ്ടി ഞാൻ അവരെ കാണിച്ചിട്ടുള്ളൂ. അവർക്കും ഇത് വരാം, ഇതായിരിക്കും എന്ന് പറഞ്ഞ് പോസിറ്റീവാണ് അവർ തന്നെ റിപ്പോർട്ട് തന്നാൽ അവർ തന്നെ ചികിത്സിച്ച് അവർ തന്നെ രക്ഷപ്പെടുത്തി തന്നെ കുട്ടികളെ തരുന്നത്. ഇതിനെക്കുറിച്ച് അറിവില്ല എന്ന് പറഞ്ഞ് ഇങ്ങനെയൊക്കെ പറ്റിക്കാവോ ആൾക്കാരെ?